ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് +2 കെമിസ്ട്രി. നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ കെമിസ്ട്രി എക്സാമിൻ്റെ ഇടയിൽ 2 ദിവസമാണ് ടൈം. അപ്പോൾ ഫിസിക്സ് ഒക്കെ ഒരു ദിവസമേ ഉള്ളൂ, ബയോളജി ഒരു ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി 2 ദിവസമുണ്ട്. പക്ഷേ കെമിസ്ട്രി കടൽ പോലെ പഠിക്കാനുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ആ 2 ദിവസം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് പക്കയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഇതുവരെ തുടങ്ങിയില്ലെങ്കിലും കെമിസ്ട്രി പഠിക്കാനുള്ള ഒരു ഇടിവെട്ട് ടൈം ടേബിളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അടിപൊളി ടൈം ടേബിൾ. ഞാൻ എഴുതി കഷ്ടപ്പെട്ടിരുന്ന് കൂത്തിയിരുന്ന് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെ എഴുതി കറക്റ്റ് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് വരുന്നത് 24-ാം തീയതി മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് എന്നാണോ എനിക്കറിയത്തില്ല. 24-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് അന്ന് പഠിക്കാൻ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് നമുക്ക് എക്സാം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പുള്ള സമയം കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്സും എല്ലാം പഠിക്കണം. അപ്പോൾ ഞാൻ കെമിസ്ട്രിക്ക് മോർണിംഗ് ഒരു സെക്ഷൻ അങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 5 മണി മുതൽ ഒരു 9:30 വരെയുള്ള സെക്ഷൻ കെമിസ്ട്രിക്ക് അങ്ങ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം 24-ാം തീയതി നിങ്ങൾ 5 മണി മുതൽ 6 മണി വരെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ചാപ്റ്റർ പഠിക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് നിങ്ങൾ 5 മണി എന്ന് പറയുന്നത് 4 മണിക്ക് എഴുന്നേറ്റാൽ അത്രയും നല്ലത്. ബാക്കിലോട്ടാക്കുക. ഓക്കെ, നിങ്ങൾ റീറൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് 6:15 മുതൽ 7 മണി വരെ വീണ്ടും ആൽഡിഹൈഡ് കീറ്റോൺ പഠിക്കുക. വീണ്ടും 7:15 മുതൽ 8 മണി വരെ വീണ്ടും ആൽഡിഹൈഡ് കീറ്റോൺ പഠിക്കുക. ദെൻ 8:30 ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് 8:30 വരിക. 8:30 മുതൽ 9 വരെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ സൊല്യൂഷൻ പഠിക്കാം. സെയിം പ്രൊസീജിയർ നെക്സ്റ്റ് ഡേ. ബാക്കി പിന്നെ ഫിസിക്സോ മാത്സോ പഠിക്കാം. ബാക്കി മാത്സ് പഠിക്കാം. ഉച്ച വരെ മാത്സ് പഠിക്കാം. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ച വരെ ഫിസിക്സ് പഠിക്കാം. ഉച്ചയ്ക്ക് ശേഷം മാത്സ് പഠിക്കാം. മാത്സിൻ്റെ ടൈം ടേബിൾ ഇട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് 25-ാം തീയതി നെക്സ്റ്റ് ഡേ സിമിലർലി 5 to 6 മണി വരെ ആൽഡിഹൈഡ് പഠിക്കുക. 6:15 to 7 മണി വരെ ആൽഡിഹൈഡ് കീറ്റോൺ പഠിക്കുക. അത് വലിയ ചാപ്റ്റർ ആണ്. 7 മണി to 8 മണി ആൽഡിഹൈഡ് കീറ്റോൺ പഠിക്കുക. ഈ 2 ദിവസം വെച്ച് ആൽഡിഹൈഡ് കീറ്റോൺ പഠിച്ച് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 8:30 to 9 വരെ വീണ്ടും എന്ത് ചെയ്യുക, സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ പഠിക്കുക. ക്ലിയർ ആണേ. നെക്സ്റ്റ് ഡേ 26-ാം തീയതി ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. 6:15 to 7 മണി വരെ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. 7:15 to 8 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുക. 8:30 to 9 വരെ സൊല്യൂഷൻ പഠിക്കുക. അപ്പോൾ 24, 25, 26-ാം തീയതി ഇത്രയും ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക. ഇനി ഒരു ദിവസം കൂടെ നെക്സ്റ്റ് ഡേ 27-ാം തീയതി എന്ത് പഠിക്കുക, നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക. 5 to 6 മണി വരെ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക. 6:15 to 7 മണി വരെ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക. 7:15 to 8 മണി വരെ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക. 8:30 മുതൽ 9:30 വരെ എന്ത് പഠിക്കുക, കോഓർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ പഠിക്കുക. ക്ലിയർ ആണേ. സംശയമുണ്ടോ? ഇതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ടത് 24, 25, 26, 27 ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം നമ്മൾ ഏതൊക്കെ പഠിക്കും? കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കും, സൊല്യൂഷൻ പഠിക്കും, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് പഠിക്കും. ഈ 3 ചാപ്റ്ററും മാർക്ക് കൂടുതല. 10 മാർക്കോളം ഒരു ചാപ്റ്ററിൽ വെച്ച് വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് നേരത്തെ പഠിച്ച് തീർത്ത് വയ്ക്കുക. ക്ലിയർ. എന്നിട്ട് 28, 1, 2 നിങ്ങൾക്ക് ബാക്കി എക്സാംസിന് പ്യൂർലി കൊടുക്കേണ്ടതായതുകൊണ്ട് ആ ദിവസങ്ങളിൽ വേറെ ചാപ്റ്റേഴ്സ് പഠിക്കുക, വേറെ സബ്ജക്റ്റ് പഠിക്കാം. നേരെ എക്സാം കഴിഞ്ഞ് നമ്മളെ ബയോളജി എക്സാമാണ് 7-ാം തീയതി, മാർച്ച് 7-ാം തീയതി. ബയോളജി എക്സാം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് 7 മണിക്ക് പഠിക്കായിരിക്കും. 7 മണി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിന് മുമ്പേ പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ നല്ലത്. ഞാൻ 7 മണിക്ക് മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി മുതൽ 8 മണി വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. അന്ന് ഫുൾ കെമിക്കൽ കൈനറ്റിക്സ് തീർക്കുക. 8:30 to 9 വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. 9 ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 10:40 വരെ അത് പഠിക്കുക. വീണ്ടും 10:50 മുതൽ 11:30 എപ്പോഴാണോ പഠിച്ച് തീരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടക്കം പഠിച്ച് തീർത്തിട്ട് കിടന്നുറങ്ങുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ പഠിച്ച് തീർത്തിട്ട് കിടന്നുറങ്ങുക. 7-ാം തീയതി എന്ന് ബയോളജി എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്ന ദിവസം അന്ന് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ മാത്രം പഠിച്ച് തീർത്തിട്ട് കിടന്ന് ഉറങ്ങുക. ക്ലിയർ. അത് കഴിഞ്ഞ് നമ്മൾ 8-ാം തീയതി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ചാപ്റ്റേഴ്സ്. ഇത് മുതൽ നമ്മൾ കിടിലം ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, D&F. 6:15 to 7:15 വരെയും D&F 2 സെക്ഷൻ D&F പഠിക്കുക. എന്നിട്ട് 7:30 മുതൽ 8:15 വരെ D&Fൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക. അപ്പോൾ 3 സെഷൻ 2 സെഷനിൽ D&F പഠിച്ചിട്ട് 3-ാം സെഷനിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. കാപ്പിയെ കുടിച്ച് തിരിച്ച് 8:45 തിരിച്ചു വരിക. 9:45 വരെ ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അൻസ് അത് തീരണ വരെ അത് പഠിക്കാം. 1 മണിക്കൂർ ബ്രേക്ക് ഇട്ട് 1 മണിക്കൂർ പഠിച്ച് അല്ലെങ്കിൽ 45 മിനിറ്റ് പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക് ഇട്ട് ഹാലോ ആൽക്കെൻ ആൻഡ് ഹാലോ അരിയൻസ് തീരുന്നത് വരെ പഠിക്കാം. ഞാനൊരു 4 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. 5-ാമത്തെ സെക്ഷൻ വിത്ത് പ്രീവിയസ് ഇയറും കൂടെ കൊടുത്തിട്ടുണ്ട്. 3 to 4 മണി വരെ എന്ന് പറഞ്ഞാൽ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഹാലോ ആൽക്കെൻ ആൻഡ് ഹാലോ അരിയൻസിനാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും സമയം എടുക്കാതെ നേരത്തെ തീർക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഞാൻ മാക്സിമം ടൈം അതിന് കൊടുത്തിട്ടുണ്ട് ആ ചാപ്റ്ററിന്. ഞാൻ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ ബാക്കി അമീൻസും ആൽക്കഹോളും ഒക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടക്കം 3 to 4 മിനിറ്റ് തീർക്കാം.
ഇവിടെ ഒരു മണി മുതൽ 3 മണിയുടെ ബ്രേക്ക് ഉണ്ട്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 10 അരമണിക്കൂർ കിടക്കണമെങ്കിൽ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കണമെങ്കിൽ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരിക. അങ്ങനെ 3 മണിക്ക് പിന്നെ പഠിക്കാതിരുന്നാൽ മതി. 1 മണിക്ക് ശേഷം 3 മണിക്ക് പഠിക്കാതിരുന്നാൽ മതി. 4:10 മുതൽ 5:10 വരെ ബയോമോളിക്യൂൾ പഠിക്കുക. 5:20 മുതൽ 6 മണി വരെ 4 മണി മുതൽ ഒരു 6 മണി വരെ ബയോമോളിക്യൂൾ പഠിക്കുക. 2 മണിക്കൂർ മതി ബയോമോളിക്യൂൾ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്യുക. ഇവിടെയൊക്കെ ഈ ചാപ്റ്റർ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നേരത്തെ തീരാൻ സാധ്യതയുണ്ട്. ഹലോ ഓഡിയൻസ്, എനിക്ക് ബയോമോളിക്യൂൾ അങ്ങോട്ട് കയറ്റുക. അത് കഴിഞ്ഞ് 6:15 to 7 മണി, 7:15 to 8, 8:30 to 9 വരെ 3 സെഷൻ വെച്ച് അമീൻസ് അങ്ങ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് രാത്രി 9:45 to 11:30 വരെ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ എക്സാം പ്രകാരം കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരുപാട് മാർക്കിന് ചോദിച്ചായിരുന്നു. ഒന്നും കൂടെ ആ ചാപ്റ്റർ റിവിഷൻ ചെയ്യുക. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ മുമ്പ് പഠിച്ച് തീർത്തതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഒന്നും കൂടെ റിവിഷൻ ചെയ്യുക. നെക്സ്റ്റ് ഡേ വീണ്ടും 9-ാം തീയതി മോർണിംഗ് ഈ ടൈമൊക്കെ സെയിം ആണ്. 5 മണിക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ അത്രയും നല്ലത്. 5 മണി മുതൽ 5 മണി മുതൽ പഠിക്കാതിരിക്കണം. 5 മണിക്ക് ഉറക്കണിക്കരുത്. 4:30 ഉറക്കം അണിച്ച് ഫ്രഷ് ആയിട്ട് 5 മണിക്ക് പഠിക്കാതിരിക്കണം കേട്ടോ. ആൽക്കഹോൾ ഫീനോൾ പഠിക്കുക. 6:15 to 7:15 വരെ ആൽക്കഹോൾ ഫീനോൾ പഠിക്കുക. 7:30 to 8:30 വരെ ആൽക്കഹോൾ ഫീനോൾ പഠിക്കുക. പ്ലസ് പ്രീവിയസ് ഇയറും കൂടെ കേട്ടോ, PYQം കൂടെ നോക്കിക്കോണേ. നെക്സ്റ്റ് 8:45 to 9:45 ആൽഡിഹൈഡ്. 9:55 മുതൽ 11 മണി ആൽഡിഹൈഡ്. 11 to 12 മണി ആൽഡിഹൈഡ്. 12 to 1 മണി ആൽഡിഹൈഡ് പ്രീവിയസ് ഇയർ. ആൽഡിഹൈഡ് ഓൾറെഡി നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ 4 സെക്ഷൻ കൊടുത്തു. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് മറന്നു പോകാൻ, നിങ്ങൾ റിയാക്ഷനൊക്കെ അല്ലേ ഓർഗാനിക്, നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പ്ലസ് പ്രീവിയസ് ഇയറും കൂടെ എന്ത് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞ് നേരെ സൊല്യൂഷൻ. അത് 3 സെഷൻ മുമ്പ് നമ്മൾ പഠിച്ചു തീർത്തതാണ്. എന്നാലും ഒരു 3 സെഷൻ, 3 to 4, 4 to 5, 5 to 6 സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. അത് കഴിഞ്ഞ് ഇലക്ട്രോ കെമിസ്ട്രിക്ക് ഒരു 2 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തീരും ഇലക്ട്രോ കെമിസ്ട്രി. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി തീർന്നില്ലെങ്കിൽ സൊല്യൂഷൻ ഒരു സെക്ഷൻ ഇലക്ട്രോ കെമിസ്ട്രി കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 2 സെക്ഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്. 8:30 മുതൽ 11:30 വരെ ആർക്കിനെ കൊടുത്തു. കോർഡിനേഷൻ കോമ്പൗണ്ട് വീണ്ടും, കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നേ, അത് ഞാൻ കൊടുക്കാം. ഈ 2 ദിവസം നിങ്ങൾ നോക്കി, ഈ ദിവസവും വെച്ച് ഫുൾ ചാപ്റ്റർ ഞാൻ കവർ ചെയ്യിപ്പിച്ചു. ഇവിടെ നിങ്ങൾക്ക് സമയം കാരണം ഞാൻ കെമിക്കൽ കൈനറ്റിക്സ് ബയോളജി എക്സാമിൻ്റെ അന്ന് രാത്രി നിങ്ങൾ പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഈ 2 ദിവസം കൊണ്ട് ഇവിടെ D&F 1, 2, ബയോമോളിക്യൂൾ 3, ഇവിടെ 4 ചാപ്റ്റർ, കെമിക്കൽ കൈനറ്റിക്സും ചേർത്ത് 5 ചാപ്റ്റർ, 6 ചാപ്റ്റർ, 7 ചാപ്റ്റർ, 8 ചാപ്റ്റർ, 9 ചാപ്റ്റർ, 10 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്ത് 2 ദിവസം കൊണ്ട് കവർ ചെയ്ത്. ഇനി എക്സാമിൻ്റെ അന്ന് രാവിലെ എഴുന്നേൽക്കുക, 10-ാം തീയതി രാവിലെ എഴുന്നേൽക്കുക. നമ്മൾ എല്ലാ ചാപ്റ്ററിലെയും നെയിംഡ് റിയാക്ഷൻസ് 32 നെയിംഡ് റിയാക്ഷൻ ബിറ്റ്വീൻ, ഇതിൻ്റെ ഇടയിൽ ഞാൻ നെയിംഡ് റിയാക്ഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമല്ലോ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ആ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. 32 നെയിംഡ് റിയാക്ഷൻസും ഒരു 32 നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുമ്പം 20 മാർക്ക് കൺഫേമാണ്. മോഡലിന് 18 മാർക്കിനുണ്ടായിരുന്നു നെയിംഡ് റിയാക്ഷൻസ്. മെയിൻ എക്സാമിന് 20-25 മാർക്കിന് കിട്ടും. 20 മാർക്ക് കൺഫേമാണ്. രാവിലെ എഴുതി അതൊന്നും കൂടെ വായിക്കുക. നെയിംഡ് റിയാക്ഷൻസ് എല്ലാ ചാപ്റ്ററിലും റിപ്പീറ്റ് ചെയ്ത് വരും. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വെച്ച് നെയിംഡ് റിയാക്ഷൻ നോക്കിയാൽ വളരെ ഈസിയാണ്. 5-10 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും നിങ്ങൾ പറ്റുമെങ്കിൽ നെയിംഡ് റിയാക്ഷൻ ചുമ്മാ വായിച്ച് വിടും. അപ്പോൾ എളുപ്പം. പ്ലസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അന്ന് രാവിലെ എഴുതി ഏതൊക്കെ നോക്കണമെന്ന് ഞാൻ ആ സമയത്ത് ഒന്നും കൂടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടെ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. കുറച്ചും കൂടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു പാറ്റേൺ നോക്കട്ടെ. നമ്മൾ ഫിസിക്സ് എക്സാമും ബയോളജി എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഒന്നും കൂടെ ഞാൻ നോക്കട്ടെ. ടഫാണോ ഈസിയാണോ എങ്ങനെയാണോ ഒരു സിസ്റ്റം കൂടെ നോക്കിയിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അതും കൂടെ രാവിലെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകണം. ഓക്കെ, ഉച്ച വരെ സമയമുണ്ട്. ഉച്ചയ്ക്ക് ശേഷമല്ലേ എക്സാം വരുന്നത്. ബാക്കി നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്. 8:30 ശേഷം ഫുഡൊക്കെ കഴിച്ച് ചില കുട്ടികൾക്ക് ദൂരം ആയിരിക്കും സ്കൂളിൽ പോകേണ്ടിയൊക്കെ വരും. ബാക്കി നോക്കാനുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ നോക്കുക. ഇത്രയും വരെ പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ട് പോയി എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചാനൽ ഓർമ്മ വരും. ലാൽ ബ്രദേഴ്സ് മീഡിയ സാറ് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വൈകുന്നേരം എക്സാം ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഈ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കെമിസ്ട്രി പഠിക്കാൻ പറ്റും. അല്ലാതെ വാലാകോല തോന്നിയതുപോലെ ചാപ്റ്റേഴ്സ് എടുത്തിരുന്നാൽ നടക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ടൈം ടേബിൾ പഠിക്കുക. ഞാൻ ഫസ്റ്റ് മുതൽ ഓരോ പേജും മാറ്റി തരികയാണ്. സ്ക്രീൻഷോട്ട് എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എടുത്തോ. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ PDF ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.